ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേൽക്കുമ്പോൾ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളികൾ. മാനസിക സമ്മർദ്ദം മൂലം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത് മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാത്ത പ്രതിസന്ധി വരെയുള്ള സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ കാലത്ത് സേന കടന്നുപോയത്. പുതിയ ആഭ്യന്തരമന്ത്രിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് സേനയിൽ വലിയൊരു വിഭാഗം. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, എല്ലാ മന്ത്രിമാർക്കും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും, സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യം സതീശിൻ്റെ പക്കലാണ്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്നാണ് പറയുന്നത്. അവിടെയാണ് പോലീസ് പോലെയുള്ള ഒരു വലിയ സേനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. ചെലവ് ചുരുക്കുമെന്ന് പറയുമ്പോൾ പോലീസ് സേനയിലും സമാനമായി തന്നെ ഇപ്പോൾ എസ്കോർട്ടും പൈലറ്റും അടക്കമുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ടാകും. പിണറായിക്ക് പോയതുപോലെ വലിയ സന്നാഹങ്ങളൊന്നും പോകേണ്ടി വരില്ല. പക്ഷെ അപ്പോഴും പോലീസിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും നിരവധി. രഞ്ജിത്ത്, തീർച്ചയായും ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരു സേനാ വിഭാഗം അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ അത് പോലീസിന് വലിയ പങ്കുണ്ട്. കാരണം പോലീസ് നയങ്ങൾ തീർച്ചയായും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പോലീസ് എങ്ങനെ ഇടപെടുന്നു, ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു, ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ളവയിൽ പോലീസിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്നത് തീർച്ചയായും സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഒന്നാമതായി വരുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് സേനയിൽ സംഭവിച്ച ആത്മഹത്യകൾ, വലിയ തോതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ജീവനെടുക്കുന്ന നിലയിലേക്ക് പോകുന്നു. അവർക്ക് യോഗ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു, മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് മറ്റ് ബോധവൽക്കരണ പരിപാടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. പല DGPമാർ, മാറി മാറി വന്ന DGPമാർ അവധി നൽകണമെന്ന കാര്യം കൃത്യമായി അവരുടെ കുടുംബ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് അവധികൾ നൽകാൻ യൂണിറ്റ് മേധാവിമാർ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും അതിനൊക്കെ തന്നെ പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, സേന നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. ഇന്ധനം നിറയ്ക്കാൻ പോലും കഴിയാതെ പെട്രോൾ പമ്പുകളിൽ നിന്ന് യൂണിറ്റ് മേധാവിമാർ, അത് DYSPമാരോ അല്ലെങ്കിൽ SP മാരോ ഒക്കെ തന്നെ പമ്പുകളിൽ നിന്ന് കടം വാങ്ങണം, ഇന്ധനം കടം വാങ്ങണമെന്ന സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് തന്നെ ഇറക്കിയിരുന്നു. ഇത് പോലീസുകാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഈ പമ്പുടമകൾ പലപ്പോഴും ക്വാറികൾ നടത്തുന്നവരായിരിക്കും, അവർക്ക് മറ്റ് ബിസിനസ്സുകൾ കാണും. അങ്ങനെ ഇവരുടെ പമ്പുകളിൽ നിന്ന് പെട്രോൾ കടം വാങ്ങേണ്ടി വന്നാൽ, ഡീസൽ കടം വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയും അവർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരികയും ചെയ്യും. ഇത് പോലീസുകാരെ അഴിമതിക്കാരാക്കും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അവരുടെ കൃത്യനിർവഹണം നടത്താൻ കഴിയില്ല എന്ന നിലയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കും. ഇത് ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണെന്ന് പലകുറി ഈ അസോസിയേഷൻ നേതൃത്വം ഉൾപ്പെടെ സർക്കാരിനെ അറിയിച്ചിരുന്നു. അത്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടി വരും. വലിയ കടമ്പയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലുള്ളത്.